സുഹൃത്തുക്കളെ, iWise-ലേക്ക് സ്വാഗതം. നമ്മുടെ കൺട്രി ഇന്ത്യ, അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രം ഇന്ത്യ, അത് ഒരു രാഷ്ട്രമല്ല, അത് രണ്ട് രാഷ്ട്രമാണ്. നിങ്ങൾ കേൾക്കുമ്പോൾ ഇച്ചിരി അത്ഭുതപ്പെടുമായിരിക്കും. പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫിനാൻഷ്യലി സ്പീക്കിംഗ് നമുക്ക് രണ്ട് രാഷ്ട്രമുണ്ട്. ഒരെണ്ണം റിച്ച് ഇന്ത്യ ഉണ്ട്, ഒരെണ്ണം പുവർ ഇന്ത്യ ഉണ്ട്. നമ്മൾ എന്തുകൊണ്ടാണ് ഈ രണ്ട് തരം ബൈഫർക്കേഷൻ നടത്തുന്നതെന്നറിയാവോ? രണ്ട് പേർക്ക് രണ്ട് തരത്തിലെ ട്രീറ്റ്മെൻറ്റാണ് നമ്മുടെ ഫിനാൻസ് സിസ്റ്റത്തിനകത്ത് തന്നെ ഉള്ളത്. അതുപോലാണ് നടക്കുന്നത്. റിച്ച് ഇന്ത്യ ധനവാന്മാരുടെ ഇന്ത്യയാണ്, പുവർ ഇന്ത്യ സാധാരണപ്പെട്ടവൻ്റെ ഇന്ത്യയാണ്, ദരിദ്രന്മാരുടെ ഇന്ത്യയാണ്. അന്നേരം അത് പറയാൻ കാരണം എന്താണെന്നറിയാവോ? കഴിഞ്ഞ 4 വർഷത്തിൽ ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിനകത്ത് ബാങ്ക്സ് 9.9 lakh crore, ഏകദേശം 10 ലക്ഷം കോടി രൂപ അവർ റൈറ്റ് ഓഫ് ചെയ്തു. 10 ലക്ഷം കോടി രൂപയാണ് അവർ റൈറ്റ് ഓഫ് ചെയ്തത് കഴിഞ്ഞ 4 വർഷത്തിൽ. അതൊരു 10-50 വർഷത്തിലല്ല, 4 വർഷത്തിൽ റൈറ്റ് ഓഫ് ചെയ്ത് ഏകദേശം 10 ലക്ഷം കോടി രൂപ. അന്നേരം അത് നമ്മൾ നോക്കിക്കഴിയുമ്പോൾ അതിനകത്ത് നിന്ന് 1.84 crore rupees, 84 lakh crore rupees, 1.84 lakh crore rupees അത് അവർ റൈറ്റ് ഓഫ് ചെയ്തെങ്കിലും പിന്നെ അവർ ആൾക്കാരുടെ വീടും പണവും സ്ഥലമൊക്കെ ജപ്തി ചെയ്ത് അവർ അത്ര റിക്കവർ നടത്തി. 1.84. അത് ആരുടേതാണ് ഈ 1.84 ജപ്തി നടത്തി റിക്കവർ ചെയ്തതെന്നറിയാമോ? അത് നമ്മളെപ്പോലുള്ള സാധാരണപ്പെട്ട ജനങ്ങളുടെയാണ്. ഇപ്പം ലോൺ എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ബാങ്കിന് ആ ലോൺ തിരിച്ചടച്ചിരിക്കണം. ആരും ഫ്രീ ആയിട്ട് നിന്ന് ലഞ്ച് തരത്തില്ല. പക്ഷേ ചില കാരണത്താൽ നമ്മൾ ആഗ്രഹിച്ച് നമ്മൾ പ്ലാൻ ചെയ്ത കാര്യം നമ്മൾ പ്ലാൻ ചെയ്ത പോലെ നടന്നെന്ന് വരത്തില്ല. ചിലപ്പോൾ നമ്മുടെ EMI കൊടുക്കാതിരിക്കുന്ന സംഭവം വന്നിരിക്കും, നമ്മുടെ ജോലി നഷ്ടപ്പെട്ടെന്നിരിക്കും, നമുക്ക് വേറെ പല സാമ്പത്തിക ബാധ്യതകൾ വിചാരിക്കാത്ത സമയത്തും നനയ്ക്കാത്ത നേരത്തും വന്ന് നമ്മുടെ മേൽ വന്ന് ആഞ്ഞടിച്ചെന്നിരിക്കും. അന്നേരം നമ്മൾ ഈ EMI മിസ്സായിന്നിരിക്കും. അന്നേരം മിസ്സാകുമ്പോൾ ബാങ്ക് വന്ന് റിക്കവർ ചെയ്യും, നമ്മുടെ വീട് കോൺഫിസ്കേറ്റ് ചെയ്യും, നമ്മുടെ കയ്യിലുള്ള എന്ത് രീതിയിലുള്ള പണമുണ്ടോ, സ്റ്റോക്സ് ഉണ്ടോ, ഷെയർസ് ഉണ്ടോ, അതെല്ലാം അവർ കോൺഫിസ്കേറ്റ് ചെയ്യും, അവരുടെ കാര്യം നടത്തി കിട്ടും. പക്ഷേ എന്നാലും ഈ 9.9 lakh crore നിന്ന് വെറും 1.84 lakh crore മാത്രം റിക്കവർ ചെയ്യാൻ പറ്റിയത് എന്തുകൊണ്ടാണെന്നറിയാമോ? ബാക്കിയുള്ള പണം ഉണ്ടല്ലോ, ഈ 1.84 മാറിയിട്ട് ബാക്കിയുള്ള പണം അത് റിക്കവർ ചെയ്യാൻ പറ്റാത്ത ഇൻഡിവിജ്വൽസിൽ നിന്നായിരുന്നു. അതാരാണ് റിക്കവർ ചെയ്യാൻ പറ്റാത്ത ഇൻഡിവിജ്വൽസ്? നമ്മളെല്ലാം ഭാരതത്തിലെ പൗരന്മാരല്ലേ. അന്നേരം അങ്ങനെയുള്ള ഒരു ഇൻഡിവിജ്വൽ ഉണ്ടോ? തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഇൻഡിവിജ്വൽസ് ഉണ്ട്. നമുക്കറിയാവുന്ന 2-3 പേരുടെ പേര് പണ്ടേ നമുക്കറിയാമല്ലോ. വിജയ് മാല്യ, നീരവ് മോദി, മെഹുൽ ചോക്സി, ഇങ്ങനെയൊക്കെയുള്ള ചിലരുണ്ട്. പക്ഷേ അതുപോലെ തന്നെ കുറേ അനേകം ആൾക്കാരുണ്ട്. പ്ലസ് പൊളിറ്റീഷ്യൻസ്, നമ്മളെ ഭരിക്കുന്ന അണ്ണന്മാരുണ്ടല്ലോ, അവർ ലോണൊക്കെ എടുക്കും. പക്ഷേ ലോൺ എടുക്കുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലൊരു ഉദ്ദേശമുണ്ട്, ഇതൊന്നും തിരിച്ചു കൊടുക്കാൻ പോകുന്നില്ല, ഇത് നമ്മൾ വേറെ വകുപ്പിൽ അവരൊക്കെ കൊണ്ട് തന്നെ അടിച്ചു മാറ്റിപ്പിക്കാം. അങ്ങനെ ഒരു സിസ്റ്റത്തിനകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അന്നേരം 9.9 lakh crore നിന്ന് 1.84 lakh crore മാറിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഓവർ 8 lakh crore. 8 ലക്ഷം കോടി രൂപ ആരാണ് ലോൺ എടുത്തത്? അത് നമ്മുടെ ധനവാന്മാരും പൊളിറ്റീഷ്യന്മാരും. ഇപ്പം നമ്മൾ ലോൺ എടുത്തിട്ട് നമ്മൾ കൊടുത്തില്ലെങ്കിൽ ഗുണ്ടാക്കളെ വിടും, വേറെ പല ലീഗൽ മെഷേഴ്സ് എടുത്തിട്ട് നമ്മുടെ കയ്യിൽ നിന്നുള്ള കാശ് ജപ്തടിക്കാനുള്ള സകല പരിപാടിയും ബാങ്കിനറിയാം. പക്ഷേ ഈ ധനവാന്മാരുടെ വീട്ടിൽ പോകും. അവർ പോയി കഴിഞ്ഞാൽ കൈയും കാലും തല്ലി ഓടിച്ചിട്ട് തോട്ടിലോട്ട് മാറി കയറി. അതെന്താ? 2 ഇന്ത്യ, ദ റിച്ച് ഇന്ത്യ ആൻഡ് ദ പുവർ ഇന്ത്യ. അങ്ങനെ 2 ഇന്ത്യയിലാണ് നമ്മൾ താമസിക്കുന്നത്. ഈ ചാർട്ട് ഒന്ന് നോക്കിക്കാട്ടെ. ഈ ചാർട്ടിനനുസരിച്ച് ഏത് വർഷം എങ്ങനെയൊക്കെ ലോൺ എടുത്തു, എത്രയൊക്കെ റൈറ്റ് ഓഫ് ചെയ്യേണ്ടി വന്നെന്നുള്ള ഒരു ചാർട്ടാണിത്. ഈ ചാർട്ട് കണ്ടു കഴിഞ്ഞിട്ട് നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ ഉണ്ടല്ലോ, നിർമ്മല സീതാരാമൻജി, അവരുടെ ഈ പ്രസംഗം ഒന്ന് കേട്ടാട്ടെ. അവർ പറയുന്നത് അങ്ങനെ ഒരു സംഭവം നമ്മുടെ നാട്ടിൽ നടക്കുന്നേ ഇല്ല. ലോൺ റിക്കവറി എന്ന് പറഞ്ഞ സാധനമേ
പാവപ്പെട്ടവൻ എന്ന് വെച്ചാൽ പാവപ്പെട്ടവൻ എന്ന് പറഞ്ഞാലും നമ്മൾ കാശ് എടുത്തു കഴിഞ്ഞാൽ കൊടുത്തിരിക്കണം ലോണായിട്ട്, അത് തീർച്ചയാണ്. പക്ഷേ ഈ രണ്ട് തരം ട്രീറ്റ്മെൻറ്റ് രണ്ട് തരം ഇന്ത്യക്കാരോട് ചെയ്യുമ്പോഴാണ് നമുക്കത് അന്യായമായിട്ട് തോന്നുന്നത്. ഇപ്പം നമ്മുടെ ഫിനാൻസ് മിനിസ്റ്ററിൻ്റെ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് നിങ്ങൾ കേട്ടു നോക്കുക. But of course, this recovery harassment is something which I want to very clearly put it on the table. Very welcome if the honorable member has instances of harassment going on somewhere, which we'll definitely attend to. But no, the NPA numbers I'm willing to give here because the honorable members asked, I will certainly give it. But recovery harassment is something which we've been very closely monitoring, and I can say for sure the public sector banks are very closely monitored, so also the NBFCs. But as I said, if there are cases, we are very willing to hear it. Sir. No. ഓക്കെ, അന്നേരം നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ പറഞ്ഞതെല്ലാം നമ്മൾ ശ്രദ്ധ വെച്ച് കേട്ടായിരുന്നല്ലോ. അങ്ങനെ ഒരു സംഭവം ലോൺ തിരിച്ചടയ്ക്കാത്തത് കൊണ്ട് ഹറാസ്മെൻറ്റ് ചെയ്യുക, മനുഷ്യരെ ശല്യപ്പെടുത്തുക, ഈ വക കാര്യങ്ങൾ നടക്കുന്നില്ല നമ്മുടെ നാട്ടിൽ. അതാണ് ഫിനാൻസ് മിനിസ്റ്റർ പറഞ്ഞത്. അവർ പറഞ്ഞതിനകത്ത് വല്ലതും വാസ്തവമുണ്ടോ? നമ്മൾ ന്യൂസ് പേപ്പർ ഒന്ന് തിരഞ്ഞു നോക്കിയാൽ പോരെ. എവ്രി ഡേ, അല്ലെങ്കിൽ ഒന്നും വേണ്ട, ഗൂഗിളിനകത്ത് പോയി ഒന്ന് സെർച്ച് ചെയ്താൽ മതി. സൂയിസൈഡ് കേസസ് ബിക്കോസ് ഓഫ് ലോൺ ഡിഫോൾട്ടോ എന്തെങ്കിലുമൊക്കെ ഒന്ന് എഴുതിയാൽ മതി. അതായത് ലിസ്റ്റ് ഓഫ് തിങ്സ് നമുക്ക് വരും. പക്ഷേ നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ പറഞ്ഞതിനകത്ത് ഒരു കാര്യമുണ്ട്. അവരുടെ പരിചയത്തിൽ അങ്ങനെ ആരും വന്നിട്ടില്ല. അതെന്താ? അവരുടെ പരിചയം ആരൊക്കെയാണ്? പൊളിറ്റീഷ്യൻസ് ആൻഡ് റിച്ച് പീപ്പിൾ. സാധാരണപ്പെട്ടവരെക്കുറിച്ച് അവർക്ക് ചിന്തിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. നമുക്ക് ഓർമ്മ ഉണ്ടായിരിക്കും, ചില വർഷങ്ങൾക്ക് മുമ്പ് ഈ ഉള്ളിക്കും വെളുത്തുള്ളിക്കും ഒക്കെ വില കൂടിയ ഒരു സമയമുണ്ടായിരുന്നു. അന്നേരം ജനങ്ങളൊക്കെ ഭയങ്കരമായിട്ട് പ്രതിഷേധമൊക്കെ നടത്തി. അന്നേരം ഇതേ മന്ത്രിയാണ് പാർലമെൻറ്റിൽ വന്ന് പറഞ്ഞത്, ഞാൻ ഉള്ളിയും വെളുത്തുള്ളിയും എൻ്റെ ഭക്ഷണത്തിനകത്ത് ഞാൻ ഇടുന്നില്ല, അതുകൊണ്ട് എനിക്കറിയേണ്ട കാര്യമില്ലെന്നാണ് അവർ പറഞ്ഞത്. അങ്ങനെയുള്ളൊരു ഫിനാൻസ് മിനിസ്റ്ററാണ് നമ്മുടെ കയ്യിലുള്ളത്. പക്ഷേ ഇതിൻ്റെ ഒരു മറുവശം കൂടെ ഉണ്ട്. ഈ ലോൺ കൊടുക്കുന്നത് വെറും ബാങ്ക് മാത്രമല്ല, ലോൺ കൊടുക്കുന്നത് NBFC എന്ന് പറഞ്ഞ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനും കൂടെ ഉണ്ട്. NBFCs നമ്മുടെ ബജാജ് ഫിനാൻസ്, ബജാജ് ഫിൻസർവ്, ചോളമണ്ഡലം ഫിനാൻസ്, മുത്തൂറ്റ് ഫിനാൻസ്, ഇങ്ങനെയൊക്കെയുള്ള ഈ ബാങ്കുകളല്ലാത്ത നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻസ് ഉണ്ടല്ലോ, അവരും കൂടെ ലോൺ കൊടുക്കും. അന്നേരം ലോൺ കൊടുക്കുമ്പം ബിക്കോസ് ഇവർ ഈ നാഷണലൈസ്ഡ് ബാങ്കോ പബ്ലിക് സെക്ടർ ബാങ്കിലോ അല്ലെങ്കിൽ പ്രൈവറ്റ് ബാങ്ക്സിലോ കൂടാണ് കിടപിടിക്കുന്നത്. അന്നേരം അവിടെ ജോലി ചെയ്യുന്ന എംപ്ലോയീസിന് ഭയങ്കര ഹൈ സ്ട്രെസ്സാണ്. സ്ട്രെസ്സ് കാരണം പലരും സൂയിസൈഡ് ചെയ്യുന്നുണ്ട്. ഈയിടെ തന്നെ ബജാജ് ഫിനാൻസിൻ്റെ ഒരു എംപ്ലോയി ഹൈ സ്ട്രെസ്സ് കാരണം സൂയിസൈഡ് ചെയ്തു. ബിക്കോസ് ഈ ലോൺ റിക്കവറി എന്ന് പറയുന്നത് ഈ മുതലാളിമാർക്ക് അങ്ങനെ പറഞ്ഞാൽ മതി, പക്ഷേ ഇതിൻ്റെ പുറകിൽ ഓടിച്ചാടി ഉറക്കം കളഞ്ഞ് നടക്കുന്ന ഈ എംപ്ലോയീസ് ഉണ്ടല്ലോ, അവർക്ക് ഹൈ സ്ട്രെസ്സാണ്. അതാണ് ജീവിതം. അങ്ങനെ കുറേ പേര് സൂയിസൈഡ് ചെയ്യുന്നുണ്ട്. അന്നേരം ലോൺ എടുത്ത് തിരിച്ചടയ്ക്കാൻ വയ്യാത്തവർ സൂയിസൈഡ് ചെയ്യുന്നുണ്ട്, ലോൺ റിക്കവറി നടത്തുന്ന എംപ്ലോയീസ് സൂയിസൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു കൂസലില്ലാത്ത വേറെ ഒരു സംഘമുണ്ട്. അതിൻ്റെ പേരാണ് ഈ വലിയ ബാങ്ക്സിൻ്റെ ചെയർമാൻമാരും അവരുടെ CEO-മാരും ഒക്കെ. ഈ ലോൺസിൻ്റെ ഈ റൈറ്റ് ഓഫ് നടത്തുന്ന ലോൺസ് ഉണ്ടല്ലോ, ഈ ലിസ്റ്റ് ഒന്ന് നോക്കണം. അന്നേരം ഈ ബാങ്കിൻ്റെ ചെയർമാൻമാരുടെ പെർഫോമൻസ് അല്ലേ ഈ റൈറ്റ് ഓഫ് ചെയ്യേണ്ടി വരുന്നത്, നോൺ പെർഫോമിങ് അസറ്റ്സ് ഒക്കെ ആയിട്ട് വരേണ്ടത്. എന്നാൽ ഇവർക്കൊരു കൂസലും ഇല്ലാതിരിക്കേണ്ട കാര്യമുണ്ടോ? ബിക്കോസ് ഈ അണ്ണന്മാർ ദിസ് പീപ്പിൾ ആർ പ്രൊട്ടക്റ്റഡ് ബൈ ദ റിച്ച് ഇന്ത്യ. ബിക്കോസ് ഈ ധനവാന്മാർക്ക് അവർ ലോൺ മറിച്ച് കൊടുക്കുമ്പോൾ ഇതും കൂടെ ഒരു കൺസിഡറേഷൻ ഉണ്ട്. യവനാണല്ലോ എനിക്ക് ലോൺ മറിച്ച് തന്നെ, അതുകൊണ്ട് നമ്മുടെ പൊളിറ്റിക്കൽ അണ്ണന്മാരോട് പറഞ്ഞിട്ട് യവൻ്റെ കസേരയെ സ്ഥിരപ്പെടുത്താം. ഇതാണ് ഈ ഇന്ത്യൻ കോർപ്പറേറ്റ്സിൽ നടക്കുന്നത്. തീർച്ചയായിട്ടും ഒരു റിച്ച് ഇന്ത്യ ഉണ്ട്, ഒരു പുവർ ഇന്ത്യ ഉണ്ട്. അങ്ങനെ നമ്മൾ രണ്ട് രാജ്യത്തിലെ പൗരന്മാരെ പെടുന്ന ആൾക്കാരാണ് പലരും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി വീണ്ടും കണ്ടുമുട്ടും വരെ നമസ്കാരം.